എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു. അതിൻ്റെ വൊളാട്ടിലിറ്റിയൊക്കെ നാം കണ്ടു. തീർച്ചയായിട്ടും നമ്മൾ ജൂൺ 4 കണ്ടത് വലിയ വൊളാട്ടിലിറ്റി തന്നെയാണ്. മാർക്കറ്റിൽ പീക്ക് ലെവലിൽ നിന്ന് അറൗണ്ട് 8.5-9% നിഫ്റ്റി താഴെ പോയി. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളും 20 തൊട്ട് 30% വരെ താഴെ പോയി. അതിനുശേഷം കേന്ദ്രത്തിൽ NDA ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും, കോയലേഷൻ ഗവൺമെൻറ് ആയാലും അധികാരത്തിൽ വരും എന്നുള്ളൊരു തിരിച്ചറിവിന് ശേഷമാണ് മാർക്കറ്റിൽ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടിട്ടുള്ളത്. വെള്ളിയാഴ്ച സെൻസസ് പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി റെക്കോർഡ് ഹൈനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് കഴിഞ്ഞ 2 മാസമായിട്ട് മാർക്കറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, മാർക്കറ്റ് ട്രെൻഡിനെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് നമ്മൾ 4 അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയൊക്കെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള വൈബ്രൻസി ഒന്നും ഒരുപക്ഷെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരു കോയലേഷൻ ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. സിംഗിൾ പാർട്ടി മെജോറിറ്റി ഇല്ല. അപ്പോൾ 2014 BJP ഗവൺമെൻറ് അധികാരമേൽക്കുന്നതിന് മുമ്പ് 25 വർഷം കോയലേഷൻ ഗവൺമെൻറ് തന്നെയായിരുന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് കോയലേഷൻ ഗവൺമെൻറ്റുകൾ മാർക്കറ്റിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് നല്ല കോയലേഷൻ പാർട്ട്നേഴ്സ് വളരെ കൊഹസീവായിട്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റിലും എക്കണോമിയിലൊക്കെ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ് നമ്മൾ ജൂൺ 4 വൊളാട്ടിലിറ്റിക്ക് ശേഷം മാർക്കറ്റിലുള്ള റിക്കവറി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒപ്റ്റിമിസ്റ്റൊക്കെ ആയിട്ടിരിക്കാം. പുതിയ ഗവൺമെൻറ് ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ പോർട്ട്ഫോളിയോസാണ് കൈകാര്യം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഈ അവസരത്തിൽ. പ്രത്യേകിച്ച് ഹോം ഫിനാൻസ്, ഡിഫൻസ്, റെയിൽവേസ്, ഈ സെക്ടറുകളൊക്കെ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്മെൻറ്റ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഡിഫൻസ്, റെയിൽവേസ് സെക്ടറിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്ന ഏത് കക്ഷിയാണ്, ആരാണ് മിനിസ്റ്റേഴ്സ്, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ കോയലേഷൻ പാർട്ട്നേഴ്സിനുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് കോയലേഷൻ പാർട്ട്നേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് അടുത്ത 5 വർഷത്തേക്ക് മാർക്കറ്റിൽ. കാരണം ഈ വർഷം ഇനിയും മേജറായിട്ടുള്ള അസംബ്ലി ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തോടു കൂടി മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ജമ്മു കാശ്മീർ അസംബ്ലി ഇലക്ഷനൊക്കെ നടക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ഈ സ്റ്റേറ്റുകളിലെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലത്തെയും ഹരിയാനയിലത്തെയും ജാർഖണ്ഡിലത്തെയും ഒക്കെ ഇലക്ഷൻ റിസൾട്ടുകൾ ഈ കോയലേഷൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ വളരെ ക്രൂഷ്യലാണ്. എത്രത്തോളം വളരെ കോപ്പറേഷനോടുകൂടി മുന്നോട്ട് നീങ്ങും എന്നൊക്കെ ഈ ഇലക്ഷൻ റിസൾട്ടുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാർക്കറ്റിലും നമ്മളൊരു കോഷൻ വെച്ച് പുലർത്തേണ്ടതൊക്കെ ആവശ്യമാണ്. കാരണം വലിയ രീതിയിലുള്ള ട്രബിൾസൊക്കെ കോയലേഷനിൽ വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ കോയലേഷൻ മുന്നണി ഭരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ട രീതിയിലുള്ളൊരു വൈബ്രൻസി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ഇന്ത്യയുടെ ഡെമോഗ്രഫിക് പിക്ചർ, അതുപോലെ തന്നെ എക്കണോമിക് സിറ്റുവേഷനൊക്കെ വളരെ പോസിറ്റീവാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന കോയലേഷൻ ഗവൺമെൻറ്റിന് വീണ്ടും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനുള്ള ചാൻസസ് ഉണ്ട്. കോയലേഷൻ പാർട്ട്നേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ജോബ് ഓറിയൻറ്റഡ് സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്.
അപ്പോൾ പൊളിറ്റിക്കൽ കോലേഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് ബെറ്റർ ആണ്. ഒപ്പം ഗ്ലോബൽ സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. ചൈന തൈവാൻ ഇഷ്യൂ ഒക്കെ വളരെ ക്രൂഷ്യലാണ് അടുത്ത 2 വർഷത്തേക്ക്. ഒപ്പം നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിന് ഒരു പക്ഷേ സീസ് ഫയർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം ലോകത്തിൽ ഇന്ന് ആരും ഒരു യുദ്ധമൊന്നും ആഗ്രഹിക്കുന്നില്ല, മനുഷ്യനെ കൊല്ലുന്ന രീതിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് ഗ്ലോബലി ഉള്ളത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ കുറയുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേറാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ US ഫെഡറൽ റിസർവ് എന്നുതൊട്ടാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തീർച്ച ഇപ്പോഴും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഇല്ല. കാരണം അവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ മിക്സഡ് ആണ്. അതുകൊണ്ടൊരു ഡയലേമയിലാണ് US ഫെഡൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധിയില്ലെങ്കിൽ വീണ്ടും അത് മാർക്കറ്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എമർജിങ് മാർക്കറ്റുകളെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാം. കാരണം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കും, അതിനനുസരിച്ച് ധാരാളം ഫണ്ടുകൾ അമേരിക്കയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി എമർജിങ് മാർക്കറ്റുകളിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെയുണ്ട്. അമേരിക്കയിൽ ഹയർ ലെവലിൽ പലിശ നിരക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വകയില്ല. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസിൻ്റെ കാര്യത്തിലും അതിൽ ചെറുതായിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വൊളാറ്റിലിറ്റി കാണിച്ചിട്ടുള്ളൊരു കമോഡിറ്റിയും കൂടിയാണ് ഗോൾഡ്. വെള്ളിയാഴ്ച മാത്രം ഗോൾഡിൻ്റെ പ്രൈസിൽ അറൗണ്ട് $80 പെർ ഔൺസാണ് കുറവ് വന്നിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ബൈയിങ് ഡാറ്റ പുറത്ത് വന്നതാണ്. ചൈനീസ് സെൻട്രൽ ബാങ്ക് 2 ടൺ മാത്രമാണ് ഏപ്രിൽ വാങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ ചൈനീസ് സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിലാണ് ബൈയിങ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും പിന്നെ അമേരിക്കയിൽ എന്നാണ് ഇനി പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നത്, ആ ഒരു അനിശ്ചിതത്വം കൂടിയാണ് ഗോൾഡിൻ്റെ പ്രൈസിൽ വെള്ളിയാഴ്ച ഒരു ചെറിയ സെൽ ഓഫ് വന്നിട്ടുള്ള കാരണം. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഫർദർ ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഇന്ത്യ അടക്കമുള്ള പല സെൻട്രൽ ബാങ്കുകളും ഏപ്രിലും സ്വർണം വാങ്ങിക്കൂട്ടിരിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് 6 ടണ്ണാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ഈ ന്യൂസുകളൊക്കെ ചെറുതായിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാം. എന്നിരുന്നാലും ഓവറോൾ ഗോൾഡ് ഒരു സേഫ് ഹാവൻ അസറ്റ് തന്നെയാണ് ചൈനയിലും മറ്റുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ ഇപ്പോഴും കാണുന്നത്. അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വീണ്ടും ഗോൾഡിൽ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒപ്പം റിന്യൂവബിൾ എനർജി രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന കോപ്പർ, സിൽവർ, അലുമിനിയം ഈ കമോഡിറ്റികളും താഴെ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മളെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുള്ള വിലയിടിവാണ്. $80 താഴെയാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അമേരിക്കയിൽ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ NVIDIA $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് നേടിയിട്ടുള്ളൊരു കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് ലോകത്തിൽ. ഇപ്പോൾ 3 കമ്പനികളാണ് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിലുള്ളത്. ഒന്ന് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, പിന്നീട് NVIDIA ആണ്. NVIDIA ഇപ്പോഴത്തെ പ്രൊജക്ഷൻസും അതുപോലെ തന്നെ ഗൈഡൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ NVIDIA വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് യൂസ് ചെയ്യുന്ന ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളും ചിപ്പുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത് NVIDIA തന്നെയാണ്. ഭാവിയിലും വലിയ രീതിയിൽ ഓർഡേഴ്സും അതുപോലെ തന്നെ ധാരാളം ഗവൺമെൻറ്റുകളുമായിട്ടുള്ള ടൈപ്പൊക്കെ NVIDIAക്ക് വരും. അതുകൊണ്ട് NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസ് വലിയ രീതിയിൽ വീണ്ടും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കറണ്ട് ലെവലിൽ നിന്ന് NVIDIA വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ്. ഇപ്പോൾ NRI ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൊക്കെ ഫോറിൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലത്തെ മറ്റ് നിക്ഷേപകർക്കും NVIDIA ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാം.
വാങ്ങുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ ഐഫോണിലൊക്കെ ധാരാളം ജനറേറ്റീവ് AI ടൂളുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ആപ്പിളിനും നല്ല പ്രോഫിറ്റബിലിറ്റിയാണ്, നല്ല സെയിൽസാണ് അടുത്ത വർഷങ്ങളിലൊക്കെ കാണാൻ പോകുന്നത് എന്നുള്ള എക്സ്പെക്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും വീണ്ടും മുന്നേറാം. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബൽ ടെക്നോളജി സെക്ടറിലും കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ടെക്നോളജി ഷെയർസൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ബൈയിങ് നമ്മൾ കണ്ടിട്ടുള്ള SCL ടെക്കൊക്കെയാണ്. SCL ടെക്കിൽ നല്ല രീതിയിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഫോസിസ്, TCS, L&T, മൈൻഡ്രി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും നല്ല രീതിയിൽ പൊതുവെ ടെക്നോളജിക്ക് നല്ല കാലമാണ്. കാരണം വേസ്റ്റ് സീംസ് ഓവർ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ടെക്നോളജി ഷെയർസിനെ കുറിച്ച് നോക്കുമ്പോൾ ഗ്ലോബലി വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. അപ്പോൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പല സെക്ടേഴ്സിനും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും പ്രോമിസിങ് ആയിട്ടുള്ള ഇയേഴ്സ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 2030 മുമ്പ് നമുക്ക് വലിയ ടാർഗറ്റാണ് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷനെ സംബന്ധിച്ചൊക്കെ. ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ വലിയ രീതിയിലുള്ള ഫണ്ടിങ് ആവശ്യമാണ്. ഈ സെക്ടറിൽ വലിയ രീതിയിലുള്ള ലിബറലൈസേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ആ സെക്ടറിൽ ഫണ്ടിങ് നടത്തുന്ന PFC, REC, IREDA, HUDCO, IRFC ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ലോങ് റണ്ണിൽ വീണ്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സെക്ടറിലൊന്നും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ റെയിൽവേ സെക്ടർ നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള സെക്ടറാണ്. നമ്മൾ കണ്ടു വന്ദേ ഭാരത് ട്രെയിനിന് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരികയാണ്. അതുപോലെ തന്നെ വന്ദേ ഭാരത് മെട്രോ വരികയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ഇന്ത്യയിലത്തെ റെയിൽവേ വാഗൺ മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം ഡ്രൈവർലെസ് ട്രെയിൻ സോഫ്റ്റ്വെയർ അടക്കം ABBയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടാണ് പുതിയ ട്രെയിൻ സെറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവർലെസ് ട്രെയിൻ ഓൾറെഡി ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം ഒരു ഗ്ലോബൽ MNC ആയിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ ജൂപ്പിറ്റർ വാഗൺസ് ലൈറ്റ് കമേഴ്ഷ്യൽ EV രംഗത്തേക്കും കൂടി കടക്കുകയാണ്. ഒപ്പം BEML ഭാരത് എർത്ത് മൂവേഴ്സ് ഇത്തരത്തിലുള്ള കമ്പനികൾ, അതോടൊപ്പം തന്നെ ഇവരായിട്ട് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന BHEL പോസിറ്റീവാണ്, RK ഫോർജിങ് പോസിറ്റീവാണ്. ഒപ്പം സീമൻസ്, അതുപോലെ തന്നെ ടെക്സ്മാക്കോ റെയിൽ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് റെയിൽവേ സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വീണ്ടും നല്ല ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നത് ആരാണോ ആ വ്യക്തികൾക്കും ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഇതിനു മുമ്പുള്ള നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ വളരെ ഡൈനമിക് ആയിരുന്നു. ഇനി ആരാണ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ചിലപ്പോൾ വോളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ തന്നെയാണ് റെയിൽവേ സെക്ടറിലുള്ളത്. കൊണ്ട് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ്. ഒപ്പം റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളും വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ്. പിന്നെ മറ്റൊരു മേജർ ഇമ്പോർട്ടൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ്. കാരണം നമ്മുടെ ഡിഫൻസ് സെക്ടർ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള റിട്ടേൺ കഴിഞ്ഞ 2 വർഷമായിട്ട് ഫാബുലസ് ആണ്. HAL, BEL, ഭാരത് ഡൈനാമിക്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, മസഗൺ ഡോക്ക്, ഇത്തരത്തിലുള്ള എല്ലാ കമ്പനികളും വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് HALൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തേജസ് ഫൈറ്ററുകൾ വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 400 ഫൈറ്ററുകളുടെയും കൂടി ഓർഡർ വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഓർഡർ ബുക്ക് തന്നെ ജമ്പ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പാൻഷൻ വേണ്ടി വരും ഈ ഓർഡറൊക്കെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ HALനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് നമ്മുടെ അവിടെയുള്ളൊരു കമ്പനിയും കൂടിയാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് 2 സബ്സിഡിയറികളാണുള്ളത്. ഒന്ന് കൽക്കട്ടയിലും കർണാടകയിലുള്ള 2 സബ്സിഡിയറികളിലൊക്കെ ഓർഡറൊക്കെ ഫുള്ളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ് യാർഡ് നല്ല രീതിയിൽ ഹ്യൂജ് റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷം. വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഒപ്പം ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് PSU കമ്പനികളിൽ ഏറ്റവും നല്ലൊരു പെർഫോമറും വാല്യുവേഷൻ ഉള്ളൊരു കമ്പനിയാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്ലൈറ്റ്ലി അണ്ടർ പ്രൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കമ്പനി നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള കമ്പനി തന്നെയാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഡിഫൻസ്, അതുപോലെ തന്നെ റെയിൽവേ സെക്ടർ, റിന്യൂവബിൾ എനർജി സെക്ടറിലൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിങ് സെക്ടർ, പ്രൈവറ്റ് ബാങ്കുകളും അതുപോലെ തന്നെ PSU ബാങ്കുകളും നല്ല രീതിയിൽ മുന്നേറുന്ന
എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം S&Pയുടെ അപ്ഗ്രഡേഷനൊക്കെ വന്നിരുന്നു 6 ബാങ്കുകളെ. ആ അപ്ഗ്രേഡിങ് ന്യൂസും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. ഏത് ഗവൺമെൻറ് ആയാലും ഫൈനാൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്ക്കൊന്നും ഒരു കുറവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്കിങ് സെക്ടർ NPA ലെവലിലൊക്കെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, ബാങ്ക് ഓഫ് ബറോഡ, PNB, അതോടൊപ്പം തന്നെ സ്ട്രോങ് NBFCകളുണ്ട്. NBFCകളും പോസിറ്റീവ് തന്നെയാണ്. പ്രത്യേകിച്ച് ആദിത്യ ബിർള ക്യാപിറ്റൽ വരാൻ പോകുന്ന റിസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിസിങ് ആണ്. ഇൻവെസ്റ്റേഴ്സിന് വളരെ സേഫായിട്ട് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് AB ക്യാപിറ്റൽ. കാരണം ആദിത്യ ബിർള ക്യാപിറ്റലിലേക്ക് ബിർള ഫിനാൻസ് മെർജ് ചെയ്യാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിലൊരു മാറ്റവും വരുന്നില്ല, മറിച്ച് ഹ്യൂജ് അസറ്റ് ബേസ് ആണ് വന്ന് ചേരാൻ പോകുന്നത്. ബിസിനസ് ബേസും വരികയാണ്. തീർച്ചയായിട്ടും AB ക്യാപിറ്റൽ ലോങ് ടേമിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു NBFC പിക്കാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഒപ്പം നമ്മുടെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ധാരാളം ന്യൂസ് ഫ്ലോസ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാക്ക് റോക്ക് ആയിട്ടുള്ള ETFകളും ലോഞ്ച് ചെയ്യാൻ പോവാണ്. ബ്ലാക്ക് റോക്ക് ആയിട്ട് 50-50 ജോയിൻറ്റ് വെഞ്ചറാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് രംഗത്തേക്കും കിടക്കുകയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അപ്പം നമുക്കറിയാം, മാർക്കറ്റിൽ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വളാറ്റിലിറ്റി കാണിക്കാറ് സാധാരണ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളാണ്. അത്തരത്തിലുള്ള വളാറ്റിലിറ്റി നമ്മൾ ജൂൺ 4 കണ്ടിരുന്നു. പക്ഷേ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഫണ്ടമെൻ്റൽസ് ഇൻടാക്റ്റ് ആണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനായിട്ട് സാധ്യതയുള്ള കമ്പനികൾ തന്നെയാണ് അഡാനി ഗ്രൂപ്പിലുള്ളത്. പ്രത്യേകിച്ച് അഡാനി എൻ്റർപ്രൈസസ്, അഡാനി പവർ, അഡാനി പോർട്ട്, അഡാനി ഗ്രീൻ എനർജി, NDTV, അംബുജ സിമെൻറ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ്. ഓഫ് കോഴ്സ് പൊളിറ്റിക്കലായിട്ട് വല്ല അലഗേഷൻ ന്യൂസോ അല്ലെങ്കിൽ കോയലേഷൻ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കമ്പനികളെല്ലാം തന്നെ അഡാനി ഗ്രൂപ്പിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം, വളരെ സൈലൻ്റ് ആയിട്ട് പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിട്ട് പോവാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര M&Mൻ്റെ പ്രോഡക്റ്റുകളും ഗ്ലോബൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളാണ്. ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ധാരാളം പുതിയ ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുകയാണ്. M&Mനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പല പിക്കുകളും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട്, ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് കോയലേഷൻ റിസ്ക് മാർക്കറ്റിലുണ്ടാവും. അതെല്ലാവരും മനസ്സിൽ വയ്ക്കുക. കാരണം കോയലേഷനിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിലും അതുപോലെ തന്നെ അതാത് സെക്ടറിലൊക്കെ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മറിച്ച് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾക്കൊന്നും യാതൊരു തരത്തിൽ ഇടിവും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ മാർക്കറ്റ് ജൂൺ 4 മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്ന ദിവസം നമ്മുടെ മാർക്കറ്റ് പോർട്ട്ഫോളിയോ, അപ്പം നമ്മളൊക്കെ പോർട്ട്ഫോളിയോ ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ പോർട്ട്ഫോളിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് നമ്മുടെ സജഷൻ പ്രകാരം അവർ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽസിനൊന്നും ഒരു പരിക്കും വന്നിട്ടില്ല. മറിച്ച് അവരുടെ പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ നല്ല ഔട്ട് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വരെ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു കോഷൻ തരികയാണ്. നമ്മളെല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എല്ലാവർക്കും കോഷൻ തരാറുണ്ടായിരുന്നു. കാരണം ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ പറയാറുണ്ടായിരുന്നു. അത്തരത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ധാരാളം ഇൻവെസ്റ്റേഴ്സ് വളരെ പേഷ്യൻസോട് കൂടിയിട്ട് അവരുടെ പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ പേഷ്യൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയറൽ ഫിനാൻസ് സംബന്ധിച്ച് അറിവും വർദ്ധിപ്പിക്കൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഇനിയും നമുക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം കോയലേഷൻ പൊളിറ്റിക്സ് ആയ കാരണം അതിൻ്റേതായ ചെറിയ ചെറിയ നെഗറ്റീവ് വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മുന്നോട്ട് പോവുക. അടുത്ത ആഴ്ചയിൽ ഈ ആഴ്ചയിൽ നാളെ മുതൽ, ഇന്ന് വൈകുന്നേരം
പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനുശേഷം മാർക്കറ്റിൽ വീണ്ടും ഒരു റെക്കോർഡ് ഹൈ ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നിഫ്റ്റിയും സെൻസസൊക്കെ തിങ്കളാഴ്ച നാളെ മിക്കവാറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തേക്കാം. ഒപ്പം ആരൊക്കെയാണ് പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് റെയിൽവേസ്, ഫിനാൻസ്, ഹോം, അതുപോലെ തന്നെ ഡിഫൻസ്, ഈ 4 സെക്ടർ പോർട്ട്ഫോളിയോയ്ക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഗവൺമെൻറ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒന്ന് വാച്ച് ചെയ്ത് നന്നായിരിക്കും. ഗ്ലോബൽ ഇവൻറ്റുകൾ വലിയ രീതിയിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാവുന്ന ഇവൻറ്റുകളൊന്നും ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോട് കൂടിയിരിക്കാം. പുതിയ ഗവൺമെൻറ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ഇതുവരെ ആരോപണങ്ങളുണ്ട് കോമൺ മാനൊന്നും ഇത് 10 വർഷമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ധനകാര്യമന്ത്രി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിസിറ്റ് ചെയ്തപ്പോൾ ബ്രോക്കേഴ്സിൻ്റെയും മറ്റ് പാർട്ടിസിപ്പൻ്റെയും ഒക്കെ റിയാക്ഷനും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് ധനകാര്യമന്ത്രിക്ക് ആൻസർ കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അത്രയ്ക്കും വളരെയധികം വേഴ്സ് സിനാരിയോ ഒക്കെ പല സെക്ടറിലും ഉണ്ട്, MSME സെക്ടറിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത്തരത്തിലുള്ള അനോമലീസൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഡിസിഷനും പുതിയ ഗവൺമെൻറ് എടുക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പോസിറ്റീവ് റിയാക്ഷൻ മാർക്കറ്റിൽ കാണാം. ഇനി നമ്മുടെ എല്ലാവരെയും ശ്രദ്ധ വരാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ വരുന്ന ഫുൾ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ ധാരാളം പ്രപ്പോസൽസ് മുമ്പ് തന്നെ ഒരു പ്ലാൻ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും പല പ്രപ്പോസലുകളും മാറ്റേണ്ടി വരും. കോയലേഷൻ പൊളിറ്റിക്സിനനുസരിച്ചുള്ള പ്രപ്പോസലുകളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതിനനുസരിച്ച് മാർക്കറ്റിൽ റിയാക്ഷനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നല്ല ഡേയ്സാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. അപ്പം വൊളാറ്റിലിറ്റി ഉണ്ടാവാൻ ധാരാളം ഗോസിപ്പുകളും പൊളിറ്റിക്സ് ഗോസിപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ പൊളിറ്റിക്കൽ ക്രൈസിസ് റിലേറ്റഡ് അല്ല, മറിച്ച് ഏത് പൊളിറ്റിക്കൽ സിറ്റുവേഷനിലും ഒരു പ്രശ്നം ഉണ്ടാവാത്ത തരത്തിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ വളരെ സേഫായിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഇൻവെസ്റ്റിംഗ് ഡേയ്സ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.